നമസ്കാരം. ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വാൽപ്പാറയിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു വാവുമലേന്ന് എങ്ങനെ നേരെ വാൽപ്പാറയിലേക്ക് എത്തിയതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. നമ്മൾ കൊല്ലംകോട് അടുത്ത് കുറച്ച് ഗ്രാമീണ കാഴ്ചകളൊക്കെ തേടിപ്പോയായിരുന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ വാൽപ്പാറയുടെ വീഡിയോ ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. വാൽപ്പാറ വരെ എത്തുന്നതൊന്നും കാര്യമായിട്ട് ഷൂട്ട് ചെയ്തില്ല. കാരണം ഞാൻ ഒരു തവണ കാണിച്ചാണ് 2 കൊല്ലം മുന്നേ ഇവിടെ വന്നപ്പോഴൊക്കെ. അപ്പോൾ ഇനി ഇതിന് ശേഷമുള്ള പരിപാടികളാണ് മെയിനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ തുടർന്ന് കാണും. ഇനി അടിപൊളി വിശേഷങ്ങൾ ഓൺ ദി വേ ആണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതാണ് ആ ഒരു ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം കാറുകളൊക്കെ കൊള്ളും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ഭക്തജനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. ഇത് ബസ്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാ ഒരു ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകും. അതൊരു ആലിൻ്റെ താഴെയായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ കറുപ്പസ്വാമിയുടെ. അത്യാവശ്യം പോപ്പുലറായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ ഏരിയയിൽ. നല്ല തിരക്കൊക്കെ ഉണ്ട് ഒരു ഉച്ചയോട് അടുത്ത നേരമായിട്ട് കൂടി. ഇപ്പോൾ കൊല്ലംകോട് അടുത്തുള്ള ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ ആട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. സാധാരണ ക്ഷേത്രങ്ങൾ പോലെ ഇവിടെ ഒരു ശ്രീകോവിലോ അങ്ങനെയൊന്നുമില്ല. ഈ കാണുന്ന വലിയൊരു ആൽമരല്ലേ, അതിന് താഴെയായിട്ടാണ് ഇവിടെ കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. ആൽമരത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പൊത്തുപോലുള്ളൊരു ഭാഗത്താണ് പ്രതിഷ്ഠ. അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മദ്യവും മാംസവും ഒക്കെയാണ് നിവേദ്യമായിട്ടുള്ളത്. പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് എത്തുന്നത്. അത് സഫലമായാൽ അവരിവിടെ തിരിച്ചു വന്ന് അവരുടെ കഴിവിനനുസരിച്ച് കോഴിയോ ആടെന്താന്ന് വെച്ചാൽ ബലി നൽകി അത് അവിടെ തന്നെ പാകം ചെയ്ത് അന്നദാനം പോലെ നിവേദ്യമായിട്ട് നൽകുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. ഈ വഴിക്കാണൊരു ക്യൂട്ട് പെട്ടിക്കടയാണേ. എന്ത് രസം നോക്കിയേ, ഫുള്ള് കണിക്കൊന്നൊക്കെ തൂക്കിയിട്ട്. അപ്പം അതേ ഈ സുന്ദരി ചേച്ചിയുടെയാണ് ഈ ക്യൂട്ട് പെട്ടിക്കട. ചേച്ചിയുടെ പേരെങ്ങനെയാ? സെൽവി. വീടിൻ്റെ അടുത്ത് തന്നെയാണോ? അപ്പം നിങ്ങളാരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കടയിൽ കയറാം. അപ്പോൾ നല്ല മുതലമട മാങ്ങ വാങ്ങാൻ നിർത്തിയേക്കാണ്. അപ്പോൾ ഈ ഒരു മുതലമട ചിങ്ങഞ്ചിറ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് മാന്തോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ വീടുകളുടെ മുന്നിൽ വരെ മാങ്ങകൾ ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളതൊക്കെ കാണാം. അപ്പോൾ അത്തരത്തിലൊരു വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ മാങ്ങ വെച്ച് കണ്ടിട്ടാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് അത് വാങ്ങാൻ നിർത്തിയത്. വണ്ടി ഇടിക്കുമ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിക്കാത്ത നല്ല ഫ്രഷ് മാങ്ങ അവർ കയ്യോടെ ഇവിടെ നിന്ന് എടുത്ത് മുറിച്ചെന്നല്ലേ. നമ്മളങ്ങനെ ആ ഒരു ചെല്ലൻചേട്ടൻ്റെ ചായക്കടയും അതുപോലെ നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റും ഭാഗത്തൊക്കെ എത്തിയായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുത്ത് വിശദമായിട്ട് എടുക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് അതിന് നിന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇനി വാൽപ്പാറ ലക്ഷ്യം വെച്ച് പോവാണേ. നമ്മളപ്പോൾ അതേ ആ ഒരു വാൽപ്പാറയുടെ ചുരമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് അല്ലേ, അവിടെ എത്തി. അവിടെ നമുക്കൊരു ആർച്ചൊക്കെ കാണാം. വെൽക്കം ടു ആനമലൈ ടൈഗേഴ്സ് പറഞ്ഞൊക്കെ പറഞ്ഞു. ഇവിടെ ബ്ലോക്കാണ്. ഐ തിങ്ക് ചെറിയ രീതിക്കുള്ള ചെക്കിങ്ങോ അല്ലെങ്കിൽ വല്ല ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും, മറ്റേ എൻട്രി പാസ് പോലെ. ഇത്രയും കാലം വാൽപ്പാറ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കയറുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മങ്കി ഫോൾസ് ഉണ്ട്, അത് ക്ലോസ്ഡ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒട്ടുമിക്ക വണ്ടികൾ ഇവിടെ ഇട്ട് തിരിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി വാൽപ്പാറയ്ക്കാണ് പോകുന്നത്. മുകളിൽ സ്റ്റേ ഒക്കെ എടുത്തിട്ടുണ്ടോണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കയറ്റി വിടുമെന്ന് വിചാരിക്കുന്നു. കയറ്റി വിടാതെ നിർത്തിയില്ലല്ലോ, കയറ്റി വിടും. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ആ ഒരു വാൽപ്പാറ ചുരം കയറി തുടങ്ങി. ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അത് നമ്മുടെ വണ്ടിക്കും പിന്നെ നമ്മൾ എത്ര പേരുണ്ട് അതിനനുസരിച്ച് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ 40ഓളം ഹെയർ പിന്നുകളുള്ളൊരു ചുരമാണ് കേട്ടോ വാൽപ്പാറ ചുരം. നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള ആ ഒരു യാത്രാമധ്യേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചുരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴി താഴെ ആളിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമൊക്കെ കാണാം. ഈ ഒരു ആളിയാർ ഡാമിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ ചുരത്തിന് അങ്ങോട്ട് വരിക. ധാരാളം വൈൽഡ് ലൈഫ് സൈറ്റിങ്സും മറ്റൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു വഴിയാണ്. എനിക്ക് ഈ വഴിയിൽ നിന്ന് ആനയുടെയൊക്കെ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പുള്ളിപ്പുലികളും കരിമ്പുലികളൊക്കെ ഈ ഒരു ചുരത്തിൻ്റെ ഭാഗത്ത് കണ്ടതായിട്ടുള്ള റീലുകളും വീഡിയോകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഹെയർ പിന്നിനും ഇപ്പോൾ ഇവർ പേര് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തുള്ള ഓരോ ജീവികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ പേരാണ്. അതായത് ഇപ്പോൾ ഒരു ഹെയർ പിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാട്ടുപോത്തിൻ്റെ പേരാണെങ്കിൽ മറ്റൊരു ചിലപ്പോൾ ലെപ്പേർഡിൻ്റെ പേരാവും. അപ്പോൾ അങ്ങനെ ഈ 40 ഹെയർ പിന്നുകളിലും ഈ വാൽപ്പാറ വനപ്രദേശത്ത് കണ്ടുവരുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെ ആയിട്ടുള്ള പേരൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾ നല്ല നല്ല ഡ്രൈവുകളും അല്ലെങ്കിൽ ബൈക്കിൽ റൈഡുകളൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു റൂട്ടാണ് വാൽപ്പാറ ചുരം. അത്
വാൽപ്പാറ ചുരം ഇറങ്ങുന്നതിനൊരു ഭംഗിയാണ്, അത് തിരിച്ച് കയറുന്നതിന് മറ്റൊരു ഭംഗിയാണ്. ഇത്രയും കാലം ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ താഴത്തുനിന്ന് മുകളിലേക്ക് ഓടിച്ച് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ ഹെയർ പിന്നുകളൊക്കെ ഇങ്ങനെ കയറി വളവും തിരിവുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. നമ്മളപ്പോൾ അത് കുരങ്ങുമുടി പറഞ്ഞ സ്ഥലത്തെത്തി. റോഡുകൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ ഇവിടെ ഈ സൈഡിലിട്ടിട്ട് വേണം ഈ ജീപ്പിൽ കയറി ഓഫ് റോഡ് ചെയ്ത് നമ്മുടെ സ്റ്റേയിലേക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ പ്രത്യേകത എന്താ വെച്ചില്ലേ, നമ്മളിന്ന് രാത്രി നിൽക്കാൻ പോകുന്നത് കാടിനെ നടുക്കാണ്. അത് നമ്മുടെ വീടിന് ചുറ്റും ആന വരാം, കാട്ടുപോത്ത് വരാം, പുലി വരെ വരാം. കാടിനെ നടുക്കാൻ നിൽക്കാൻ പോകുന്നത് സെറ്റിലല്ലേ. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അടിപൊളി സ്റ്റേ ആണ്, നോക്കി നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. വിശേഷങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് സഫാരി പോകുന്നുണ്ട് രാത്രി, പിന്നെ നമ്മൾ ചെറിയൊരു ട്രക്കിംഗ് പോലെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കാറിൽ നിന്ന് ലഗേജൊക്കെ എടുത്ത് ജീപ്പിൽ കയറ്റി, നീ ജീപ്പിൽ കയറി വേണം പോകാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അഭിപ്രായത്തിൽ നിന്നും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളൊക്കെ അറിയിക്കുക. ചാനലൊന്ന് ഇമ്പ്രൂവ് ആവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. വേണ്ട എന്തെങ്കിലും സൈറ്റിങ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടി കരുതിയിരിക്കുന്ന സാധനമാണ് വണ്ടിയിൽ.